മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, നിങ്ങൾ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കുമെന്ന് എനിക്കറിയാം. ഈ ഒരു 15 മിനിറ്റുള്ള ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ലെറ്റ് എ is equal to set 1, 2, 4, 6, 8. Then B is equal to set 1, 3, 5, 7. Set C is equal to 0, set 0, 1, 2, 3. 3 സെറ്റ് തന്നിട്ടുണ്ട്, എയും ബിയും സിയും. നമ്മളോട് പറഞ്ഞത് ഷോ ദാറ്റ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ സി യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. ഇത് പ്രൂവ് ചെയ്യണം. ഈ സംഭവം നമുക്ക് പ്രൂവ് ചെയ്യണം. നമുക്ക് ആദ്യം LHS, ഇത് LHS ആണ്, ഇത് RHS ആണ്. LHS ഈക്വൽ ടു RHS എന്ന് പ്രൂവ് ചെയ്താൽ മതി. നമുക്ക് ആദ്യം LHSലുള്ള ഈ എ യൂണിയൻ ബി മാത്രം ഒന്ന് കണ്ടുപിടിച്ചാലോ. എ യൂണിയൻ ബി മാത്രം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എ എന്ന സെറ്റും ബി എന്ന സെറ്റിലെ എലമെന്റ്സ് ഒരുമിച്ച് എഴുതുക. എന്ത് പാടില്ല? റിപ്പീറ്റേഷൻ പാടില്ല. റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു എലമെന്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. സോ നമുക്ക് എഴുതാം എ യൂണിയൻ ബി. എയിലും ബിയിലും നമ്പേഴ്സ് അല്ലേ, 1 മുതൽ 1 ഒക്കെ വരുന്നുണ്ട്. സോ നമുക്ക് 1 തൊട്ട് എഴുതി തുടങ്ങാം. ഇതിലുള്ള 1 ഞാൻ എഴുതി. പിന്നെ 2 ഉണ്ടോ? യെസ്. രണ്ടിൽ ഏതിലെങ്കിലും 2 ഉണ്ടോ? 2 ഉണ്ട്. യെസ്, 2 എഴുതി. 3 ഉണ്ടോ? യെസ്, 3 ഉണ്ട്. 3 എഴുതി. 4 ഉണ്ടോ? 4 ഉണ്ട്. യെസ്, 4 എഴുതി. 5 ഉണ്ടോ നോക്കിയടാ? 5 ഉണ്ട്. 5 എഴുതി. 6 ഉണ്ടോ? യെസ്, 6 ഉണ്ട്. എഴുതി. 7 ഉണ്ടോ? 7 എഴുതി. 8 ഉണ്ടോ? 8 എഴുതി. നോക്കിയേ, ഇതിലുള്ള 2 സെറ്റും എയിലും ബിയിലുള്ള എല്ലാ എലമെന്റ്സും ഇതിലുണ്ട്. എ യൂണിയൻ ബിയിലുണ്ട്. ആൻഡ് റിപ്പീറ്റേഷൻ വന്നിട്ടില്ല. എല്ലാം ഓരോന്ന് മാത്രമേ ഉള്ളൂ. ഓരോ എലമെന്റും ഒറ്റ തവണ മാത്രമേ ഉള്ളൂ. യെസ്, എ യൂണിയൻ ബി എഴുതി. ഇനി നമുക്ക് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എഴുതാം. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 2 സെറ്റിന്റെ ഇന്റർസെക്ഷൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 2 സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്, 2 സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഏതൊക്കെ സെറ്റിൽ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആ? ഒന്ന് എ യൂണിയൻ ബി എന്ന സെറ്റ്. ആ സെറ്റ് ഏതാ? ദേ ഇതാണ് ആ സെറ്റ്. ഈ സെറ്റിലും പിന്നെയോ സി, എ യൂണിയൻ ബിയിലും അതേപോലെ സിയിലും. സി ഏതാ സെറ്റ്? ഇതിലും ഈ സെറ്റ്. അതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എടുത്ത് എഴുതിയ മക്കളെ നോക്കിയിട്ട് ഏതൊക്കെയാടാ? 0 ഉണ്ട്. സിയിൽ 0 ഉണ്ട്. സിയിൽ 0 ഉണ്ട്. പക്ഷേ എ യൂണിയൻ ബിയിൽ 0 ഉണ്ടോ? ഇല്ല. 1 ഇവിടെ ഉണ്ട്. 2 ഇവിടെ ഉണ്ട്. 3 ഇവിടെ ഉണ്ട്. സോ കോമൺ എലമെന്റ്സ് ഏതൊക്കെയാ? 1, 2, 3. ഇതാണ് എന്ത്? കോമൺ എലമെന്റ്സ്. സോ നമ്മൾ LHS എഴുതി. LHS ആണ് എന്ത്? എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത്. ഇതാ ഈ LHS. ഈ LHS നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് RHS ആണ് ചെയ്യേണ്ടത്. RHS എന്താ? എ ഇന്റർസെക്ഷൻ സി യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? എ ഇന്റർസെക്ഷൻ സി കണ്ടുപിടിക്കാം. എ ഇന്റർസെക്ഷൻ സി. എയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. എയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് നമുക്ക് നോക്കാം. യെസ്, ഏതിലൊക്കെയാണ്? എയിലും അതേപോലെ സിയിലും. നോക്കിയാ മക്കളെ, എയിലും സിയിലും കോമൺ ആയിട്ട് ഏതൊക്കെ എലമെന്റ്സ് ഉള്ളത്? 2 ഉണ്ട്. ഇവിടെ 2 ഉണ്ട്. ഇവിടെയും 2 ഉണ്ട്. പിന്നെ 4, 6, 8. 4ഉം 6ഉം 8ഉം സിയിലില്ല. സോ 2 മാത്രമേ ഉള്ളൂ. എ ഇന്റർസെക്ഷൻ സിയിൽ കോമൺ ആയിട്ട് എയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 2 മാത്രമേ ഉള്ളൂ. 4ഉം 6ഉം 8 ഇപ്പൊ അത് അപ്പുറത്തില്ല. സോ 2 മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. ഇനിയോ എ യൂണിയൻ സി നമ്മൾ എഴുതി. ഇനി എന്താ എഴുതേണ്ടത്? ബി ഇന്റർസെക്ഷൻ സിയും കൂടെ എഴുതണം. ബി ഇന്റർസെക്ഷൻ സി. എ യൂണിയൻ അല്ല, ഇന്റർസെക്ഷൻ ആണ്. എ ഇന്റർസെക്ഷൻ സി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ബി ഇന്റർസെക്ഷൻ സി കൂടെ നമുക്ക് കിട്ടണം. ബി ഇന്റർസെക്ഷൻ സി. നമുക്ക് നോക്കാം. ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. ബിയും സിയും ഏതാ? ബി ഇതാണ്, സി ഇതാണ്. കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാ മക്കളെ? 1 കോമൺ ആണ് അല്ലെ? രണ്ടിലും 1 ഇല്ലേ? നോക്കിയാ മക്കളെ, രണ്ടിലും 1 ഇല്ലേ? രണ്ടിലും 1 ഉണ്ട്. രണ്ടിലും 3 ഇല്ലേ? രണ്ടിലും 3 ഉണ്ട്. അപ്പൊ ഏതൊക്കെയാ? 1ഉം 3ഉം. 1, 3. ഇനി നമുക്ക് RHS എഴുതാം. ഇനി നമുക്ക് ധൈര്യമായിട്ട് RHS എഴുതാം. RHS എന്താ? RHS എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നോക്ക്, ഇത് മൊത്തത്തിലാണ് RHS. റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ? എ ഇന്റർസെക്ഷൻ സി യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. അതായത് എ ഇന്റർസെക്ഷൻ സിയും അതേപോലെ ബി ഇന്റർസെക്ഷൻ സിയും കൂടെ ഒരുമിച്ച് എഴുതുക. എ ഇന്റർസെക്ഷൻ സിയും ബി ഇന്റർസെക്ഷൻ സിയും കൂടെ ഒരുമിച്ച് എഴുതുക. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എഴുതുക. അതിന്റെ റിപ്പീറ്റേഷൻ പാടില്ല. നോക്കിയടാ, എ ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞ ഏതാ മക്കളെ? എ ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞ ഏതാ? ഇതാണ് എ ഇന്റർസെക്ഷൻ സി. ബി ഇന്റർസെക്ഷൻ സി ഏതാ? ഇതാണ്. രണ്ടും കൂടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ഒരുമിച്ച് എഴുതിയാൽ മതി. ശ്രദ്ധിക്കുക, ഈ സൈനാണ് യൂണിയൻ, ഈ സൈനാണ് ഇത് ഇന്റർസെക്ഷൻ. ഓക്കെ, യൂണിയൻ തളിർച്ച, ഇന്റർസെക്ഷൻ. ഓക്കെ, ഓക്കെ. അപ്പൊ അതിൽ രണ്ടിലും യൂണിയൻ എന്താ വരിക? 2 ഉണ്ട്,
2 ഉണ്ട്, അതുപോലെ 1ഉം 3 ഉണ്ട്. സോ അത് നമുക്ക് ഓർഡറിൽ എഴുതാം. 1, 2, 3. സോ LHS ഉം RHS എന്താ നമുക്ക് കിട്ടിയത്? LHS ഉം 1, 2, 3 ആണ്. സെറ്റ് 1, 2, 3 ആണ്. RHS എന്താ? സെറ്റ് 1, 2, 3 ആണ്. സോ നമുക്ക് എഴുതാം LHS ഈക്വൽ ടു RHS ആൻഡ് therefore ഈ സാധനം എഴുതി കൊടുക്കുക. A യൂണിയൻ B ഇന്റർസെക്ഷൻ C is equal to നമ്മുടെ ക്വസ്റ്റ്യൻ ഇതന്നെ എഴുതി കൊടുക്കുക. A ഇന്റർസെക്ഷൻ C യൂണിയൻ B ഇന്റർസെക്ഷൻ C. കഴിഞ്ഞു. ആൻസറായി. ഇത്രയേ ഉള്ളൂ. ഇത്രയേ നമുക്ക് പണിയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എനി 2 സെറ്റ്സ് A and B, which of the following is correct എന്നാണ് ചോദിച്ചത്. which of the following is correct? എയും ബിയും 2 സെറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. സിമ്പിൾ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാറിയോ? നിങ്ങൾ എന്താ വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾക്ക് സെറ്റ്സ് എഴുതി നോക്കാം. എയും ബിയും 2 സെറ്റ്സ് എഴുതി. പക്ഷെ അതിലൊക്കെ ഏറ്റവും എളുപ്പമുള്ളത് വെൻ ഡയഗ്രം വരച്ചു നോക്കാം. ഇത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഇത് എയും ബിയും. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. എടാ B - A എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് എയിലുള്ള പോർഷൻ ഒഴിവായി കളയാം. നോക്കിയേ, ബിയിൽ നിന്ന് ഇതാണ് ബിയിൽ നിന്ന് എയിലുള്ള പോർഷൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ പോർഷൻ ആണ് എന്ത്? ബിയിലും എയിലും കോമൺ ആയിട്ടുള്ള പോർഷൻ. അപ്പോൾ ബിയിൽ നിന്ന് എയിലുള്ള പോർഷൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? അതാ ഈ ഒരു പോർഷൻ ഉണ്ടാവുക. ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ B ഇന്റർസെക്ഷൻ A ആണോ? ബിയിലും എയിലും കോമൺ ആയിട്ടുള്ള പോർഷൻ ആണോ? അല്ല. B ഇന്റർസെക്ഷൻ A എന്ന് പറഞ്ഞാൽ എന്താ? ഈ പോർഷൻ ആണ്. ഈ പോർഷനും ഈക്വൽ ആണോ? അല്ല. അപ്പൊ ഓപ്ഷൻ 1 അല്ല. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താ? A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ്. A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് എയുടെ പുറത്തുള്ളത് എന്തൊക്കെയാ മക്കളെ? നോക്കിയേ, സെറ്റ് എയുടെ പുറത്തുള്ളത് ഇതാ. ഇതൊക്കെ സെറ്റ് എയുടെ പുറത്തുള്ളതാ. അതായത് എന്ത്? ബിയിലെ ഒരു പോർഷൻ കൂടെ ഇൻക്ലൂഡിംഗ് ആണ്. ഓക്കെ. A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ്. B കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബിക്ക് പുറത്തുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ എന്താ? ബിക്ക് പുറത്തുള്ളതാ. അപ്പൊ അതിന്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് A യൂണിയൻ B ഹോൾ കോംപ്ലിമെന്റ് എന്നാ. എയും ബിയും കൂടെ ഒരുമിച്ച് എഴുതി അതാ ഈ ഒരു ഏരിയ വരിക. അതിന്റെ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്തുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു സ്പേസ് മാത്രമേ വരുള്ളൂ. അല്ലല്ലോ, രണ്ടും ഈക്വൽ അല്ല. രണ്ടും സെയിം ഷെയ്ഡിക്കല്ല വരുന്നത്. മറ്റത് ഉള്ളിലോട്ടും കൂടെ ഇത്രയും പോർഷനും കൂടെ ഷെയ്ഡിങ് വരുന്നുണ്ട്. സോ അതും അല്ല ഓപ്ഷൻ. പിന്നെ ഏതാണ് ഓപ്ഷൻ? അടുത്ത ഓപ്ഷൻ നോക്കിയാൽ മക്കളെ. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾ A - B. A ഏതാ? ഇതാണ് A, ഇതാണ് B. A - B എന്ന് പറഞ്ഞാൽ ഏതാ പോർഷൻ വരിക? ഈ ഒരു പോർഷൻ is equal to A intersection B complement. B complement എന്ന് പറഞ്ഞാൽ എന്താ നോക്ക് മക്കളെ? നോക്ക്. ബിന്റെ പുറത്തുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ഏരിയ മൊത്തം വരും. ബിന്റെ പുറത്തുള്ളത് എന്ന് പറയുമ്പോൾ ബിന്റെ പുറത്തുള്ള എല്ലാ ഏരിയയും, അതായത് അതിൽ A ഒക്കെ ഉൾപ്പെടും. ബിന്റെ പുറത്തുള്ളതായാൽ മതി. അതും B കോംപ്ലിമെന്റും എയും ഇന്റർസെക്ഷൻ. B കോംപ്ലിമെന്റിലും എയിലും കോമൺ ആയിട്ടുള്ളത് ഏതാ? ഈ ഒരു പോർഷൻ ആണ്. എയിലും B കോംപ്ലിമെന്റിലും കോമൺ ആയിട്ടുള്ള ഈ ഒരു പോർഷൻ ആണ്. അപ്പൊ അതിനെ നമ്മൾ നേരത്തെ ഷെയ്ഡ് ചെയ്ത പോർഷൻ കിട്ടിയത്. അപ്പൊ എന്താ ഓപ്ഷൻ ഏതാ? ശരി ഉത്തരം ഏതാ? ഓപ്ഷൻ സി ആണിത് ശരി ഉത്തരം. ഓക്കെ, അത്രേ ഉള്ളൂ. ദെൻ വെൻ ഡയഗ്രം വരച്ചിട്ട് കൃത്യമായിട്ട് ചെയ്തോളാം കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഓഫ് സെറ്റ് 1, 2, 3. സബ്സെറ്റ്സ് എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഒരു സെറ്റിൽ m നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. സപ്പോസ് എത്ര എലമെന്റ്സ് ഉണ്ട് നോക്കുക. എത്ര എലമെന്റ്സ് ഉണ്ട് ഇവിടെ? 1, 2, 3 3 എലമെന്റ്സ്. എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടോ അത് 2⁵3. 2ന്റെ പവർ ആയിട്ട് ആ സെറ്റ്സിലുള്ള നമ്പേഴ്സ് എഴുതാം. ആ സെറ്റ്സിലെ എലമെന്റ്സ് നമ്പേഴ്സ് എഴുതാം. എത്ര നമ്പർ ഉണ്ട്? 3 നമ്പർ ഉണ്ട്. സോ 2ന്റെ പവർ ആയിട്ട് 3 വരും. അത്രയും സബ്സെറ്റ്സ് ഉണ്ടാവും. 2⁵3 എത്രയാ? 8 സബ്സെറ്റ്സ് ഈ സെറ്റിന് ഉണ്ടാവും. നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ 8 ആണ്. ഫോർ എക്സാമ്പിൾ m നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സബ്സെറ്റ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ആ സെറ്റിൽ m നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് സബ്സെറ്റ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 2⁵m ആണ്. സോ ഇവിടെ 8 സബ്സെറ്റ്സ് ഉണ്ടാവും. അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൽ ഒരു സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ. ദെൻ അടുത്ത സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റ് തന്നെ. അതേതാ സെറ്റ്? സെറ്റ് 1, 2, 3. ഓക്കെ, നമുക്കിനി
8 ടോട്ടൽ, 2 എഴുതിയിട്ടുള്ളൂ. ഇനി 6 കൂടെ വേണം. അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോന്നും സെറ്റ് ആയിട്ട് ഓരോ എലമെന്റും സെറ്റ് ആയിട്ട് എഴുതാം. ഏതൊക്കെയാടാ? സെറ്റ് 1, പിന്നെ സെറ്റ് 2, പിന്നെ സെറ്റ് 3, പിന്നെ ഓരോ ഈ 2 വെച്ചിട്ട് സെറ്റ് ആക്കുക. എങ്ങനെയാ? സെറ്റ് 1,2, പിന്നെ സെറ്റ് 2,3, പിന്നെ സെറ്റ് 1,3. ഓരോ 2 വെച്ചാക്കി 8 നോക്ക്. 1, 2, 3, 4, 5, 6, 7, 8 കഴിഞ്ഞു. സബ്സെറ്റ്സ് എഴുതി. എല്ലാ സബ്സെറ്റ്സ് നമ്മൾ എഴുതി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ അങ്ങനെയാണ് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആക്കണ്ട. സെറ്റ് A, B അല്ലേ? A, B എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും മക്കളെ? 2 എലമെന്റ്സ് അല്ലേ? സോ 2 4 സബ്സെറ്റ്സ് ഉണ്ടാവും. ഏതൊക്കെയാ? ഒന്ന് 5 ആണ്, പിന്നെ സെറ്റ് ആ സെറ്റ് തന്നെ A, B, പിന്നെ ഓരോ എലമെന്റ്സും സെറ്റ് ആക്കി എഴുതാം. സെറ്റ് A, സെറ്റ് B. നോക്ക് എത്രയായി നോക്ക്. 1, 2, 3, 4 4 സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. The set X such that X belongs to R, -4 less than X less than or equal to 6 represents the interval. മക്കളെ ഇന്റർവെൽ ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടൊരു ടോപ്പിക് ആണ്. ഇങ്ങനെയാണ് സൈൻ വരുന്നതെങ്കിൽ, ഇങ്ങനെയോ ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയോ ആയിരിക്കും. ഇങ്ങനെയോ അല്ല, ഈ ബ്രാക്കറ്റ് ആയിരിക്കും വരിക. ഇതാണ് സൈൻ വരുന്നതെങ്കിൽ ഇതാണ് ബ്രാക്കറ്റ് വരിക. ഓക്കെ, ഇനി സ്ക്വയർ ബ്രാക്കറ്റ് വരിക നമ്മുടെ സിമ്പിൾ ഇതാ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടെ വരുമ്പോൾ എന്ത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ ആണല്ലോ? ആ ഒരു തോട്ട് മതി, ആ ഒരു കൺസെപ്റ്റ് മാത്രം മതി. നോക്കുക നിങ്ങൾ, -4ന്റെ അടുത്ത് ഏതാ വരുന്നത്? ഇതാ വരുന്നത്. ഈക്വൽ ടു വരുന്നില്ല. സോ ഏതാ വരേണ്ടത്? -4ന്റെ അടുത്ത് ബ്രാക്കറ്റ്. -4ന്റെ അടുത്ത് വരുന്ന ബ്രാക്കറ്റ് ഇതാണ് വരേണ്ടത്, കർവ്ഡ് വരേണ്ടത്. അപ്പൊ ഇത് രണ്ടും അല്ല എന്ന് മനസ്സിലായി. അവിടെ -4ന്റെ അടുത്ത് നോക്ക്. -4ന്റെ അടുത്ത് ഏതാ വരുന്നത്? സ്ക്വയറാ വരുന്നത്. അപ്പൊ അത് രണ്ടും അല്ല. ഇനി നിങ്ങൾ നോക്കുന്നത് 6ന്റെ അടുത്ത് ഏതാ വരുന്നതാ? 6ന്റെ അടുത്ത് ഇതാണ് വരുന്നത്. എന്ത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. സോ 6ന്റെ അടുത്ത് സ്ക്വയർ വരണം. 6ന്റെ അടുത്ത് സ്ക്വയർ വരുന്നത് ഏതാ? ബാക്കിയുള്ള 2 ഇതല്ലേ? -4, 6 ഓപ്പൺ ഇന്റർവൽ, -4, 6 ക്ലോസ്ഡ് ഇന്റർവൽ. 6ന്റെ അടുത്ത് ക്ലോസ്ഡ് ഇന്റർവൽ ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് A and B are two sets such that A is a subset of B. A എന്ന് പറയുന്നത് B യുടെ സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ A യൂണിയൻ B എന്താണെന്ന് വെച്ചത് മക്കളെ? സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എത്രയുള്ളൂടാ? നിങ്ങളൊരു സെറ്റ് B വരയ്ക്കുക. ഓക്കെ, ഇവിടെ ഒരു സെറ്റ് B ഉണ്ടെന്ന് വിചാരിക്കുക. വരയ്ക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ B വരയ്ക്കാം. അപ്പൊ A എന്ന് പറയുന്നത് ബിയിലെ ഇതെന്താ സാധനം വായിക്കുക? A എന്ന് പറഞ്ഞാൽ ബിയിലെ സബ്സെറ്റ് ആണെന്ന് കേട്ടോ. A ബിയിലെ സബ്സെറ്റ് ആണെങ്കിൽ A വരിക ഇതിന്റെ അകത്തായിരിക്കും. ഇതിന്റെ അകത്താണ് എന്ത് വരിക? A വരിക. ഓക്കെ, അപ്പൊ A ബിന്റെ സബ്സെറ്റ്സ് ആണെങ്കിൽ A യൂണിയൻ B എന്താ? നിങ്ങൾ നോക്ക്, എയും ബിയും കൂടെ ഒരുമിച്ച് എഴുതിയാൽ എന്താ വരിക? എയും ബി ഒരുമിച്ച് എടുത്താൽ റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. അതായത് എയും ബിയും കൂടെ ഒരുമിച്ച് എടുക്കുന്നു. ബിന്റെ അകത്താണ് എന്ത് വരുന്നത്? A വരുന്നത്. സോ എയും ബിയും കൂടി ഒരുമിച്ച് എഴുതാന്ന് പറഞ്ഞാൽ എന്താ വരിക? B തന്നെയല്ലേ കിട്ടുക? A യൂണിയൻ B എന്ന് പറഞ്ഞാൽ B തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. റിപ്പീറ്റേഷൻ പാടില്ലല്ലോ. സോ എയും ബിയും കൂടി ഒരുമിച്ച് എഴുതാൻ പറഞ്ഞാൽ B തന്നെ ഉണ്ടാവുള്ളൂ. എപ്പോ? A എന്ന് പറയുന്നത് ബിന്റെ സബ്സെറ്റ് ആണെങ്കിൽ A യൂണിയൻ B എന്ന് പറഞ്ഞാൽ B ആയിരിക്കും. ദെൻ let A is equal to X, set X such that X is a natural number, X less than or equal to 4. B, X is a prime number such that X less than 5. U is equal, universal set തന്നിട്ടുണ്ട്. Okay, set X such that X is an integer, 0 less than X less than or equal to 7. A, write A and B in roster form. Roster form എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ എലമെന്റ്സ് എഴുതിയിട്ട് കോമൺ ഇട്ട് എഴുതാം. ഓക്കെ, എയും ബിയും റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് എയും ബിയും റോസ്റ്റർ ഫോമിൽ എഴുതാം. A എന്താ വരിക? സെറ്റ് A. അവരെന്താ പറഞ്ഞിരിക്കുന്നത്? A നോക്കുക, X is a natural number, അതായത് 1 മുതൽ തുടങ്ങുന്ന നമ്പർ ആണ്. ആൻഡ് X less than or equal to 4 ആണ്. അതായത് 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം, 4 കൊടുക്കാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. സോ 4ന് ഈക്വൽ ആവാം. 4. ഓക്കെ, ഒന്നുകിൽ 4ന് താഴെ അല്ലെങ്കിൽ 4ന് ഈക്വൽ. സോ 1 വരും, 2 വരും, 3 വരും, 4 വരും. ദെൻ A എഴുതി, പിന്നെ ബിയും കൂടി എഴുതണം. ബിയും കൂടെ നമുക്ക് എഴുതണം. B is equal to സെറ്റ് എന്താ? ബി എന്താ വരുന്നത്? X is a prime number and X less than 5. 5 എഴുതരുത്. 5 താഴെയുള്ള പ്രൈം നമ്പർ ഏതാ വരിക? 2ഉം 3ഉം. 1 ഇല്ല, 2 തൊട്ടാണ് പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുക. സോ 2 ഉണ്ട്, 3 ഉണ്ട്, 4 പ്രൈം അല്ല. പിന്നെ 5 പറ്റത്തില്ല. 5 ഇവിടെ ഈക്വൽ ടു ഇല്ല, വെറും ലെസ് ദാനേ ഉള്ളൂ. സോ ഇത്രയേ ഉള്ളൂ. എയും ബിയും എന്തിൽ എഴുതാനാണ് പറഞ്ഞത്? റോസ്റ്റർ ഫോമിൽ എഴുതി. ഇനി ഫൈൻഡ് A minus B യൂണിയൻ B minus A. നമുക്ക് ആദ്യം A minus B എഴുതാം. B ക്വസ്റ്റ് ആണ്. A minus B നമുക്ക് ആദ്യം എഴുതാം. A minus B എന്താ മക്കളെ വരിക? എയിൽ നിന്ന് ശ്രദ്ധിക്കുക, A minus B എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലുള്ള എലമെന്റ്സ് ഒഴിവാക്കി കളയാം. ബിയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? 2ഉം 3ഉം. ആ 2ഉം 3ഉം എയിൽ നിന്ന് ഒഴിവാക്കിയ ബാക്കി എന്തൊക്കെയാണുള്ളത്? 1ഉം 4ഉം. സോ 1, 4. A minus B എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ?
എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ആ 2 ഉം 3 ഉം ബിയിലുള്ള 2 ഉം 3 ഉം എ അങ്ങോട്ട് ഒഴിവാക്കി കളയാം. ഏതാ 2 ഉം 3 ഉം പോയി കഴിഞ്ഞാൽ അതിൽ ബാക്കി എന്താണത് 1 ഉം 4 ഉം. പിന്നെ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ബി മൈനസ് എ നമുക്ക് എഴുതാം. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിലുള്ള എലമെന്റ്സ് നിന്ന് എയിലുള്ള എലമെന്റ്സ് ഒഴിവാക്കി കളയാം. ബിയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാ 2 ഉം 3 ഉം. അത് എയിലുണ്ടോ 2 ഉം 3 ഉണ്ട്. അതായത് എയിലുള്ള 2 ഉം 3 ഉം ബിയിലുണ്ട്. സോ അത് ഒഴിവാക്കി കളയാം. അത് ഒഴിവാക്കി കളഞ്ഞാൽ എന്താ വരിക? സെറ്റിൽ ഒന്നും ഉണ്ടാവില്ല. 2 ഉം 3 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ വരിക? ഒന്നും ഉണ്ടാവില്ല. നൾ സെറ്റ്. സെറ്റിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി. സെറ്റിന് ജസ്റ്റ് അവിടെ എം ടി സ്പേസ് ആക്കിയിട്ടേക്കാം. ഇനി എന്താ ചോദിച്ചത്? എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. എന്താ ചെയ്യേണ്ടത്? രണ്ട് സെറ്റും കൂടെ ഒരുമിച്ച് എഴുതാം. ഒരുമിച്ച് എഴുതി എന്താ വരിക? 1 ഉം 4 ഉം മാത്രം ഉണ്ടാവും. 1 ഉം 4 മാത്രം ഉണ്ടാവും. ഇവിടെ ഒന്നുമില്ലല്ലോ, മറ്റേലൊന്നുമില്ലല്ലോ. സോ ഇത്ര മതി. ദെൻ അതിൽ സി ക്വസ്റ്റ്യൻ വെരിഫൈ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. സോ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. എ യൂണിയൻ ബി. നമുക്ക് ആദ്യം എ യൂണിയൻ ബി കണ്ടുപിടിക്കാം. എ യൂണിയൻ ബി എത്രയാണ് മക്കളെ വരിക? എ യൂണിയൻ ബി എയും ബിയും കൂടെ ഒരുമിച്ച് എഴുതുക. എയും ബിയും കൂടെ ഒരുമിച്ച് എഴുതുക. അതിന്റെ റിപ്പീറ്റേഷന്റെ ആവശ്യമില്ല. റിപ്പീറ്റേഷൻ പാടില്ല. സോ ആദ്യം എയിലുള്ള എലമെന്റ്സ് മൊത്തം എഴുതുക. ഏതാ? 1, 2, 3, 4. അതിന്റെ കൂട്ടത്തിൽ ബിയിലുള്ള എലമെന്റ്സും കൂടി എഴുതണം. ബിയിൽ ഏതൊക്കെയാ? 2, 3. 2, 3 ഓൾറെഡി വന്നല്ലോ. സോ അത് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താ? റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. യൂണിയൻ എഴുതുമ്പോൾ റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. സോ അത്രയും മതി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇനി എന്താ നമ്മൾ ചോദിച്ചത്? എന്താ? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആയിട്ട് അല്ലെ? നോക്കുക, ശ്രദ്ധിക്കാം. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റാ. ശ്രദ്ധിക്കാം മക്കളെ. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അന്നപ്പോ നിങ്ങൾ എന്തിലോട്ട് നോക്കണം? നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിലോട്ട് നോക്കണം. എ യൂണിയൻ ബിയിൽ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സ് അല്ലാണ്ട് യൂണിവേഴ്സൽ സെറ്റിൽ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ട് അതാണ് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു സെറ്റ് എന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എയിലുള്ള എലമെന്റ്സ് അതല്ലാണ്ട് ബാക്കിയുള്ള എലമെന്റ്സ് ആണിത് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ യൂണിയൻ ബിയിലുള്ള എലമെന്റ്സ് അതല്ലാണ്ട് യുല് ബാക്കി എന്തൊക്കെ എലമെന്റ്സ് ഉണ്ട് അതാണ് എന്ത്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. സോ യു എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് യൂണിവേഴ്സൽ സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് എൻ ഇന്റിജർ. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് എന്താക്കി എഴുതണം? റോസ്റ്റർ ഫോമിലോട്ട് എഴുതണം. എക്സ് ഇസ് എൻ ഇന്റിജർ എന്നാ പറഞ്ഞത്. എക്സ് ഇന്റിജർ ആണ്. ഓക്കെ, അതായത് എങ്ങനെ നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. നോർമൽ നമ്പേഴ്സ് 0 to 0, 1, 2, 3, 4, 5, 6 എക്സെട്ര അങ്ങോട്ടേക്കും 0, -1, -2, -1, -2, -3, -4 എക്സെട്ര ഇങ്ങോട്ടേക്കും വരും. ദെൻ എക്സ് എൻ ഇന്റിജർ സച്ച് ദാറ്റ് എക്സിന്റെ വാല്യൂ അവർ പറയുന്നത് 0 ന്റെ 7 ഇടയ്ക്കാണ്. അതായത് 0 ഇൻക്ലൂഡിംഗ് ആണോ? അല്ല, കാരണം അവിടെ ലെസ് ദാൻ ഉള്ളൂ. സോ 0 വരത്തില്ല. 1 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 2, 3, 4 1, 2, 3, 4, 5, 6, 7 ഇൻക്ലൂഡിംഗ് ആണ്. കാരണം എന്താ? അവിടെ ഈക്വൽ ടു ഉണ്ട്. സോ 7 കൂടെ വരും. സോ യു ഇതാണെന്ന് കിട്ടി. ഇനി എന്താ പറഞ്ഞത്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. അതായത് എ യൂണിയൻ ബിയിൽ ഇല്ലാത്തത് 1, 2, 3, 4 ഇത് ഒഴിച്ച് ബാക്കി യുവിൽ എന്തൊക്കെ ഉണ്ട് നോക്കുക. ഏതൊക്കെയാണ്? 1, 2, 3, 4 അത് ഒഴിച്ചിട്ട് 1, 2, 3, 4 അത് ഒഴിച്ച് ബാക്കി ഏതൊക്കെ ഉണ്ട്? 5, 6, 7 അത് എഴുതിക്കാം. 5, 6, 7 എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇതാ. നമ്മളെന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റും എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റും ഈക്വൽ ആണ് പ്രൂവ് ചെയ്യണം. നമ്മൾ എ കോംപ്ലിമെന്റ് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നോ? എ കോംപ്ലിമെന്റ് ഇല്ല. സോ എ കോംപ്ലിമെന്റ് നമുക്ക് ആദ്യം എഴുതാം. എ കോംപ്ലിമെന്റ് എത്ര വരും മക്കളെ? എ കോംപ്ലിമെന്റ് നിങ്ങൾ നോക്കിയേ. എയിലെ എലിമെന്റ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4 ആ 1, 2, 3, 4 അല്ലാണ്ട് ബാക്കി യുവിൽ എന്തൊക്കെ ഉണ്ട്? 1, 2, 3, 4 അല്ലാണ്ട് ബാക്കി യുവിൽ എന്തൊക്കെ ഉണ്ട്? 5, 6, 7 സോ 5, 6, 7 ആണ് എന്ത് വരിക? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ. ദെൻ പിന്നെ എന്താ അവർ ചോദിച്ചത്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. സോ ബി കോംപ്ലിമെന്റ് നമുക്ക് എഴുതാം. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും മക്കളെ? സെറ്റ് ബി എന്താ നോക്കുക. സെറ്റ് ബി എന്താ? 2, 3 അപ്പൊ 2 ഉം 3 ഉം അല്ലാണ്ട് യുല് ബാക്കി എന്തൊക്കെ ഉണ്ട് നോക്കുക. യുല് 2 ഉം 3 ഉം അല്ലാണ്ട് ബാക്കി എന്തൊക്കെ ഉണ്ട്? 1, 4, 5, 6, 7 1, 4, 5, 6, 7 1, 4, 5, 6, 7 നമ്മളുടെ എന്താ അവർ ചോദിച്ചത്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റാ. സോ നമുക്ക് അത് എഴുതാം. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. ഇതിൽ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? 5, 6, 7 താഴല്ലേ? 5, 6, 7 സോ 5, 6, 7 നോക്ക്. അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞ രണ്ട് സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചോ നോക്ക്. ഒന്ന് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. നോക്കിയേ, അവർ പറഞ്ഞത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എഴുതാനായിരുന്നു. എഴുതി. പിന്നെ എന്താ പറഞ്ഞത്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. നോക്ക്, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അത് രണ്ടും ഈക്വൽ ആണോ നോക്കിയാൽ മതി ഇനി. അല്ലെ, നോക്കിയേ, രണ്ടും ഈക്വൽ ആണോ നോക്ക് നിങ്ങൾ. ഒന്ന് 5, 6, 7 ഒന്ന് അടുത്തതും സെറ്റ് 5, 6, 7 സോ എന്താണ്? therefore എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നതും എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. രണ്ടും സെയിം സെറ്റ് ആണ്. നമുക്ക് കിട്ടുന്ന സെറ്റ് 5, 6, 7 കഴിഞ്ഞു. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
Write the set A is equal to x such that x is an integer and -2 less than x less than 5 in roster form. സിമ്പിൾ ആണ്. നിങ്ങൾ നോക്കേണ്ടത് x എന്ന് പറഞ്ഞാൽ ഇന്റിജർ ആണ്. ഇന്റിജർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ 0 1 2 3 4 അങ്ങോട്ടും പോകും, -1 -2 -3 അങ്ങോട്ടും പോകും. ഇനി അതിന്റെ ലിമിറ്റ് നോക്കുക, എവിടെ മുതൽ എവിടെ വരിക, -2ന്റെ 5ന്റെ ഇടയിലായിരിക്കണം. -2 5 ഇൻക്ലൂഡിംഗ് അല്ല, കാരണം ഇവിടെ ഈക്വൽ ടു ഇല്ല, രണ്ടിടത്തും ഈക്വൽ ടു ഇല്ല. സോ -2 -5 വരില്ല അതിന്റെ ഉള്ളിൽ, സോറി -2 5 വരില്ല അതിന്റെ ഉള്ളിലുള്ളത്. സോ ഏതാ മക്കളെ വരിക, A is equal to സെറ്റ് -2 വരത്തില്ല, പിന്നെ -1 വരും, 0 വരും, 1 വരും, 2 വരും, 3 വരും, 4 0 1 2 3 4 യെസ് -1. കഴിഞ്ഞു റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞു, ആൻസർ ആയി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സെറ്റ് x such that x belongs to R, -4 less than x less than or equal to 6 as an interval. ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ബ്രാക്കറ്റ് ഇട്ട് എഴുതുന്നതിനാണ് നമ്മൾ ഇന്റർവെൽ എന്ന് പറയാം. സിമ്പിൾ ആണ്. നിങ്ങൾ -4 എഴുതുക, 6 എഴുതുക. നിങ്ങൾക്ക് തന്നിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ഇല്ലേ, ആ രണ്ടും എഴുതുക. എന്നിട്ടോ -4 എടുത്ത് എന്താ ഉള്ളത്, ഈക്വൽ ടു അല്ല, ഈ സാധനമാണിത്. ആ സാധനം വന്നാൽ ഏത് ബ്രാക്കറ്റ് ഉണ്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ ബ്രാക്കറ്റ് അങ്ങനെ ഇട്ടേക്കുക. ഇനി 6ന്റെ അടുത്ത് ഏതാ ഉള്ളത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, സോ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടേക്കുക. കഴിഞ്ഞു, ഇന്റർവെൽ ആയി. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു, മാർക്കായി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് ദ സെറ്റ് A is equal to സെറ്റ് A, B is. അവിടെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എത്ര ഉണ്ടാവും, ഒരു സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അതിന്റെ ആ എലമെന്റ്സ് നമ്പർ ഓഫ് എലമെന്റ്സിനെ 2ന്റെ പവർ ആക്കി എഴുതിയ നമ്പർ ഓഫ് സബ്സെറ്റ്സ് കിട്ടും. അതായത് m എലമെന്റ്സ് ഒരു സെറ്റിൽ വെച്ചാൽ 2m നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഉണ്ടാവും. സോ ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ടാ, 1 2 എലമെന്റ്സ് ആണ്. സോ എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും, 2 അഥവാ 4 സബ്സെറ്റ്സ് ഉണ്ടാവും. അത് ഏതൊക്കെയായി മക്കളെ 4 സബ്സെറ്റ്സ്, ഒന്ന് 5, പിന്നെ ഒന്ന് സെറ്റ് A, പിന്നെ സെറ്റ് B, പിന്നെ സെറ്റ് A, B 4 സബ്സെറ്റ്സ്. ഇവിടെ നമ്പറേ ചോദിച്ചുള്ളൂ, സെറ്റ്സ് എഴുതാൻ പറ്റില്ല. നമ്പറേ ചോദിച്ചുള്ളൂ, സബ്സെറ്റ്സ് എഴുതാൻ പറ്റില്ല. നമ്പർ എഴുതിയാൽ മതി. എന്ത് 2 ആണ്. സപ്പോസ് A B C ഉണ്ടായിരുന്നെങ്കിലോ എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും, 2 അത്രയേ ഉള്ളൂ. എത്രയാ, 2 4 8. പിന്നെ ഇഫ് യു ഇസ് ഈക്വൽ യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. എ കോംപ്ലിമെന്റ് ശ്രദ്ധിക്കുക. എ കോംപ്ലിമെന്റ് എന്താ മക്കളെ വരിക, എയും ബിയും ഇയും. അതായത് എയിലുള്ള എലമെന്റ്സ് ഇതല്ലാണ്ട് യുവിൽ ബാക്കി എന്തൊക്കെ ഉണ്ട്, അതാണ് ഇത് എ കോംപ്ലിമെന്റ്. അപ്പൊ എയും ബിയും ഇയും വെച്ചിട്ട് എ ഉണ്ട് ഇവിടെ, അപ്പൊ എ വേണ്ട, ബി ഉണ്ട് ഇവിടെ, ബി വേണ്ട, പിന്നെ ഇ ഉണ്ട്, ഇ വേണ്ട. ബാക്കി എന്തൊക്കെ ഉണ്ട്, സിയും ഡിയും എഫും അല്ലെ, സി കോമ ഡി കോമ എഫ് അല്ലെ, സിയും ഡിയും എഫും. എയും ബിയും ഇ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്താണത്, സിയും ഡിയും എഫും. യെസ്, കറക്റ്റ് ആണ്. പിന്നെ A - B എന്താ മക്കളെ, A - B എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലുള്ള എലമെന്റ്സ് ഒഴിവായി കളയാം. എയിലും ബിയിലും കോമൺ ആയിട്ട് ഏതൊക്കെ എലമെന്റ്സ് ഉള്ളത് നോക്ക്. സി ഉണ്ടോ, ബിയിലുള്ള സി ഇതിലുണ്ടോ, എയിലില്ല. പിന്നെ എ ഇതിലുണ്ടോ, ബിയിലുണ്ടോ, ഇല്ല. ബി ഉണ്ടോ, ഇല്ല. ഇ ഉണ്ട്, ഈ നോക്കുക. ഈ രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. സോ എയിൽ നിന്ന് ബിയിലുള്ള ഇ അങ്ങോട്ട് ഒഴിവാക്ക്. അപ്പൊ എന്താ വരിക, A, B A - B കണ്ടുപിടിച്ചു. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എംപ്റ്റി സെറ്റ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതൊക്കെയാണ് എംപ്റ്റി സെറ്റ്, അതായത് ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റ് ഏതൊക്കെയാ, സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ബിറ്റ്വീൻ 3 and 4. എടാ 3 and 4ന്റെ ഇടയ്ക്ക് വേറെ ഇന്റിജേഴ്സ് ഉണ്ടോ? ഇന്റിജേഴ്സ് തന്നെ എന്താ, 0 1 2 3 4 5 6 എക്സെട്ര അങ്ങോട്ടേക്കും ഉണ്ട്, പിന്നെ -1 -2 -3 ഇങ്ങോട്ടേക്കും ഉണ്ട്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് വരുന്ന നമ്പേഴ്സ് ഒന്നും ഇന്റിജേഴ്സ് അല്ല. സോ ഇന്റിജേഴ്സ് തന്നെ എന്താ, 3 and 4ന്റെ ഇടയ്ക്ക് വേറെ ഇന്റിജർ ഉണ്ടോ, ഇല്ല. സോ സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ബിറ്റ്വീൻ 3, 4 എന്താ, അതിനകത്ത് ഒന്നുമില്ല, എംപ്റ്റി സെറ്റ് ആണ്. സോ ഓപ്ഷൻ ഫസ്റ്റ് തന്നെയാണ്, നമ്മൾ നോക്കിയപ്പോൾ തന്നെ ആൻസർ കിട്ടി, ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ്. സെറ്റ് എക്സ് സച്ച് ദാറ്റ് x സ്ക്വയർ ഈക്വൽ ടു 4. ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 4 കിട്ടുക, ഏതൊക്കെ നമ്പേഴ്സിന്റെ സ്ക്വയർ 4 കിട്ടുക? ഒന്ന് 2ന്റെ സ്ക്വയർ, ഒന്ന് -2. 2ന്റെ -2ന്റെ സ്ക്വയർ ആണ്. -2 സ്ക്വയർ എത്രയാ, -2 × -2 പ്ലസ് ആയി 2 × 4. അപ്പൊ -2ന്റെ സ്ക്വയർ 4 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്. സോ ഏതൊക്കെയാ വരിക, സെറ്റ് -2 വരും. സെറ്റ് -2 വരും. നേരെ മാപ്പ് ചെയ്തു. ദെൻ അടുത്തെന്താ, എക്സ് ഇസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. 10നേക്കാളും താഴെയുള്ള പ്രൈം നമ്പർ ഏതൊക്കെയാ? അടുത്തത് 2 3 5 7. നോക്കിയേ, 2 3 5 7. ദെൻ അടുത്തെന്താ, സി നോക്ക്, എക്സ് ഇസ് എ കൗണ്ടിങ് നമ്പർ ലെസ് ദാൻ 6. ഏതൊക്കെയാണോ കൗണ്ടിങ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണുന്ന നമ്പർ, 1 2 3 4 5 വരെ ഉള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻസാ. ദെൻ അടുത്തത് ലാസ്റ്റിലത്, എക്സ് ഇസ് എൻ ഇവൻ നമ്പർ ലെസ് ദാൻ 10. ഇനി ലാസ്റ്റിൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്കറിയാം ഏതായിരിക്കും, ബാക്കിയുള്ളതായിരിക്കും. എന്നാലും ഇവൻ നമ്പർ ലെസ് ദാൻ 10 ഏതൊക്കെയാ, 2 4 6 8. കഴിഞ്ഞു 4 മാർക്കായി. സിമ്പിൾ. ദെൻ നെക്സ്റ്റ്, സെറ്റ് ബിൽഡർ ഫോം ഓഫ് ദ ഇന്റർവെൽ 6, 12. ഓപ്പൺ ഇന്റർവെൽ 6, ക്ലോസ് ഇന്റർവെൽ 12. ശ്രദ്ധിക്കുക,
ഇങ്ങനെ ഇന്റർവെൽ തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും എക്സ് ബിലോങ്സ് ടു ആർ ആയിരിക്കും, എപ്പോഴും എക്സ് ബിലോങ്സ് ടു ആർ ആയിരിക്കും. അതല്ലെങ്കിൽ ആൻസർ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാ ഓപ്ഷനിലും എക്സ് ബിലോങ്സ് ടു ആർ ആണ്. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഇനി എന്ത് നോക്കാം, ഇന്റർവെൽ നോക്കാം. നോക്കിയേ 6ന്റെ എവിടെ ഏതാ, ഈ ബ്രാക്കറ്റ് ആണ്. ഈ ബ്രാക്കറ്റ് ആണെങ്കിൽ ഏതാ സൈൻ വരേണ്ടത്, 6 കഴിഞ്ഞോണ്ടാ ഇതാണ് വരേണ്ടത്. സോ നിങ്ങൾ ആ സൈൻ വരുന്നത് മാത്രം എടുക്കുക, ഓപ്ഷൻ ആ സൈൻ വരുന്ന ഓപ്ഷൻ മാത്രം എടുക്കുക. അപ്പൊ ബാക്കി ഏതൊക്കെ രണ്ട് ഓപ്ഷൻസ് അല്ല, ഈക്വൽ വരുന്ന ഓപ്ഷൻ അല്ല. അപ്പൊ ഇതും അല്ല ഇതും അല്ല. കാരണം ഇവിടെ രണ്ടിടത്തും ഇതാ വരുന്നത്, ഈക്വൽ വരുന്നത്, ഈക്വൽ ടു വരുന്നത്. കാരണം 6ന്റെ അടുത്ത് ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് അല്ല. പക്ഷെ 12ന്റെ അടുത്തത്. അപ്പൊ ബാക്കി രണ്ട് ഓപ്ഷൻസിൽ ഏതാണ്, എയിലും ബിയിലും ഏതോ ഒന്നാണ്. അപ്പൊ 12ന്റെ അടുത്ത് ക്ലോസ്ഡ് വരുന്നത്. അപ്പൊ 12ന്റെ അടുത്ത് ഇത് വരണം, 12ന്റെ അടുത്ത് ഇത് വരണം മക്കളെ, ഇത് വരണം. അപ്പൊ ഏത് ഓപ്ഷൻ, 12ന്റെ അടുത്ത് വരുന്നത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 6 സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ, 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. കഴിഞ്ഞു. Then yes, next. Write all the subsets of P is equal to set A, set B ആണ്. അവിടെ പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇതിന്റെ എല്ലാ സബ്സെറ്റ്സും എഴുതാൻ പറഞ്ഞാൽ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവും. നിങ്ങളോട് ഞാൻ പറഞ്ഞത് മാത്രം നിങ്ങൾ ആലോചിക്കുക. ഏതൊക്കെയാ, ഫസ്റ്റ് നിങ്ങൾ 5 എഴുതിയേക്കാം. പിന്നെയോ ആ സെറ്റ് തന്നെ എഴുതി വെക്കുക, ആ സെറ്റ് തന്നെ അപ്പടി എഴുതി വെക്കുക. ഏതൊക്കെയാ, A, B. ഓക്കെ. പിന്നെയോ അതിലെ ഓരോ എലമെന്റ്സും സെറ്റ് ആയിട്ട് എഴുതുക. ഫസ്റ്റ് എലമെന്റ് ഏതാ, എ ആണ്, അതൊരു സെറ്റ് ആയിട്ട് എഴുതുക. സെക്കൻഡ് എലമെന്റ് ഏതാ, സെക്കൻഡ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ബി അല്ല, സെറ്റ് ബി ആ. അപ്പൊ അതൊരു സെറ്റ് ആയിട്ട് എഴുതണം. സെറ്റിന്റെ അകത്ത് അടുത്ത എലമെന്റ്, ഐ മീൻ ശ്രദ്ധിക്കുക, ഓരോ എലമെന്റ് നമ്മൾ എന്തിന്റെ അകത്ത് എഴുതുന്നത്, സെറ്റിന്റെ അകത്താ. സോ നമ്മൾ ആദ്യം സെറ്റ് വരച്ചിട്ടാണ് ഫസ്റ്റ് എലമെന്റ് എഴുതിയത്, ഏത് എ എഴുതി. പിന്നെ അടുത്ത സെറ്റ് വരയ്ക്കുക, എന്നിട്ടോ സെക്കൻഡ് എലമെന്റ് എഴുതുക. സെക്കൻഡ് എലമെന്റ് ഏതാ, സെറ്റ് ബി ആണ്, സെറ്റ് ബി. നിങ്ങൾ നോക്ക്, ഇവിടെ എത്ര എലമെന്റ് ഉണ്ട്, ഒരു എലമെന്റ്, രണ്ട് എലമെന്റ്. സോ രണ്ട് എലമെന്റ് ആണെങ്കിൽ സബ്സെറ്റ്സ് എത്ര ഉണ്ടാവും, 2/2 ഉണ്ടാവും. സോ 4 സബ്സെറ്റ്സ് ഉണ്ടാവും. 1 2 3 4 സബ്സെറ്റ്സ് എഴുതി. കഴിഞ്ഞു, ആൻസർ ആയി. സിമ്പിൾ. സോ തെറ്റിക്കരുത്. ഇത് വന്നാൽ വെറും സെറ്റ് ബി എന്ന് എഴുതി വെക്കരുത് കേട്ടോ. ഓക്കെ, യെസ്, അത്രേ ഉള്ളൂ മക്കളെ. ഈ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ എന്തിനു പോകാൻ, എക്സാമിന് പോകാൻ. കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഈ മോഡലിൽ ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കും. ഞാനാണ് പറയുന്നത്. ഇനി ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സൈലത്തിന്റെ എരഞ്ഞിപ്പാലത്തുള്ള ഫ്യൂച്ചർ ബിൽഡിങ്ങിലേക്ക് വരാം. അതിന്റെ 4th ഫ്ലോറിലുള്ള ഫാക്കൽറ്റി ലോഞ്ചിൽ ഞാനുണ്ടാവും. നിങ്ങൾക്ക് വന്നിട്ട് എന്നോട് ചോദിക്കാം, സാർ എന്തുകൊണ്ട് ചോദിച്ചില്ല, ചോദിക്കാം, ധൈര്യമായിട്ട് വരാം. സോ കൃത്യമായിട്ട് പഠിച്ചു പോയിക്കൂടാ, എക്സാം അതിഗംഭീരമായിട്ട് എഴുതിക്കൂടാ. ഓക്കെ, ബൈ.